അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ LDF-UDF സംഘർഷം. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിവീശി. രാജേഷ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. രാജേഷ്, അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ LDF-UDF സംഘർഷമുണ്ടായിരിക്കുന്നത്. ആർക്കെതിരെയായിരുന്നു അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പ് നടക്കാനിരുന്നത്? ഇന്ന് 11 മണിയോടെയായിരുന്നു ഈ മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഒരു അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കെടുക്കാൻ ഒരു തീരുമാനമുണ്ടായത്. അതിന് പിന്നാലെയായിരുന്നു ഇന്ന് 10:45 ഇപ്പോൾ ഈ LDF പ്രവർത്തകരും UDF പ്രവർത്തകരും. രാജേഷ്, ഈ സംഘർഷത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ്? ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പാർട്ടി ഏതാണ്? ആർക്കെതിരെയാണ് അവിശ്വാസ പ്രമേയം എന്നത് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ ഈ വാർത്തയിലേക്ക് എളുപ്പത്തിൽ നമ്മൾക്ക് എത്താൻ കഴിയും. മലപ്പുറം ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ LDF ആണ് ഭരിക്കുന്നത്. 10 സീറ്റ് LDF-നും 10 സീറ്റ് UDF എന്ന രീതിയിലാണ് ഇപ്പോൾ ആ പഞ്ചായത്തിൽ LDF ഭരണം പിടിച്ചെടുക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്ന വേളയിലാണ്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപാണ് ഇതുപോലൊരു UDF പ്രവർത്തകരും ഈ LDF പ്രവർത്തകരും തമ്മിൽ പ്രധാനമായും ഒരു സംഘർഷ നിമിഷത്തിലേക്ക് കടന്നത്. ഇന്ന് 10:45 ഈ ഗ്രാമപഞ്ചായത്ത് ഈ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയ പ്രവർത്തകർ തമ്മിൽ ഒരു വലിയ രീതിയിലുള്ള സംഘർഷം നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രധാനമായും LDF-ന്റെ ഒരു അംഗം ഈ UDF-ലേക്ക് ചേക്കേറും എന്നൊരു ഈ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ, ഈ വോട്ടെടുപ്പിനിടെ, അല്ലെങ്കിൽ വോട്ടെടുപ്പ് LDF-ലെ ഒരു അംഗം UDF-ന് അനുകൂലമാകുമെന്നൊരു സൂചന ലഭിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ച, വലിയ രീതിയിലുള്ള സംഘർഷ നിമിഷങ്ങളിലേക്ക് ഇപ്പോൾ പഞ്ചായത്തിന് മുന്നിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ LDF-ലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ റുബീസ എന്നൊരു അംഗം, ഇത് പ്രധാനമായും ഈ നിലമ്പൂർ മുൻ MLA ആയിരുന്ന PV അൻവറിന്റെ ഒരു അടുത്ത അനുയായിയായിരുന്നു. അത് തന്നെയായിരുന്നു ഇപ്പോൾ LDF-ന് ഒരു പ്രതികൂല സാഹചര്യം ഈ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ നിലകൊള്ളുന്നത്. ഇന്ന് നടക്കാനുള്ള അവിശ്വാസ പ്രമേയത്തിൽ LDF-ന്റെ ഒരു അംഗം, ഈ 10 അംഗങ്ങളിൽ ഒരംഗം കോൺഗ്രസിന് അനുകൂലമാകുകയാണെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നഷ്ടമാകും. അത് തന്നെയാണ് ഈ സംഘർഷഭരിത നിമിഷത്തിലേക്ക് കടക്കുന്നത്. ഈ സ്ഥലം സന്ദർശിച്ച സംഘർഷം അവസാനിച്ചോ തുടരുകയാണോ? സാഹചര്യം ഇപ്പോൾ ശാന്തമായിട്ടുണ്ട്. പ്രധാനമായും ഈ മുതിർന്ന നേതാക്കളെല്ലാം ജോയി അടക്കമുള്ള ആര്യാടൻ ഷൗക്കത്ത് അലി അടക്കമുള്ള നേതാക്കളും PV അൻവറും അടക്കമുള്ള നേതാക്കളെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു സംഘർഷഭരിത നിമിഷങ്ങൾ ഒരു ശാന്തമായിരിക്കുന്നത്. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ ഉണ്ടായ LDF-UDF സംഘർഷം ഇപ്പോൾ ശാന്തമായിരിക്കുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ അല്പം മുമ്പ് പോലീസ് ലാത്തി വീശിയിരുന്നു. രാജേഷാണ് വിവരങ്ങൾ നൽകിയത്.